പാലക്കാട് തോട്ടറ എന്ന ഗ്രാമത്തെ നടുക്കിയ നബീസ കൊലക്കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. കൂടത്തായി കേസിന് സമാനമായ കൊലപാതകം. നബീസ എന്ന വൃദ്ധമാതാവിനെ ചെറുമകനും ഭാര്യയും ചേർന്ന് കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണ്. 2016 ജൂൺ 24 നടന്ന ആ കേസിൽ പ്രതികളായ ബഷീർ, ഭാര്യ ഫസീല എന്നിവർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. ബഷീറിൻ്റെ പിതാവ് മുഹമ്മദിനെ വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല 5 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഭർത്തൃമാതാവിൻ്റെ മരണത്തിനും ഫസീലയുടെ പങ്കും അന്വേഷിക്കേണ്ടതാണ്. ഈങ്ങാക്കോടൻ നബീസ എന്ന 71-കാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നബീസയുടെ മകളുടെ മകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവർ കുറ്റക്കാരെന്ന് മണ്ണാർക്കാട് കോടതി കണ്ടെത്തിയത്. 2016 കേസിനാസ്പദമായ സംഭവം. റമദാൻ നോമ്പ് തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു കൊലപാതകം. ചീരക്കറിയിൽ വിഷം കലർത്തി നൽകിയാണ് പ്രതികൾ ആദ്യ ശ്രമം നടത്തിയത്. ഇത് പാളിയെന്നുറപ്പായതോടെ രാത്രിയിൽ ബലമായി വായിലേക്ക് വിഷം ഒഴിച്ചു നൽകി മരണം ഉറപ്പിച്ചു. ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് അടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഫസീലയാണ് ആത്മഹത്യാക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലും നബീസയുടെ സഞ്ചിയിൽ വെച്ചത്. മൃതദേഹം റോഡരികിൽ കണ്ട കാര്യം ബഷീർ തന്നെയായിരുന്നു പോലീസിനോട് വിളിച്ചു പറഞ്ഞത്. ബന്ധുക്കളുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് കേസ് അന്വേഷണത്തിനെന്ന വ്യാജേന പ്രതികളെ വിളിച്ചുവരുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ കേസിൽ 2 പ്രതികളാണുള്ളത്. അതായത് 1-ാം പ്രതി ബഷീറും 2-ാം പ്രതി ഫസീലയും. ഈ 1-ാം പ്രതിയുടെ ഭാര്യയാണ് 2-ാം പ്രതി. ഈ കോടതി ഇന്ന് പറഞ്ഞത് 1-ാം പ്രതിയെ 302 IPC പ്രകാരവും 201 IPC പ്രകാരവും, അതായത് മർഡറിനും തെളിവ് നശിപ്പിക്കൽ എന്നീ 2 കുറ്റങ്ങൾക്കും കുറ്റക്കാരനാണെന്ന് കണ്ടു. 2-ാം പ്രതിയെ 302 IPC പ്രകാരം മറ്റേ കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ടുണ്ട്. ബന്ധുവിന്റെ മോഷണം പോയ സ്വർണം ഫസീലയിൽ നിന്ന് കണ്ടെടുത്തത് മറ്റുള്ളവരെ അറിയിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചത്. തൃപ്പൂണിത്തുറയിൽ പർദ്ദ ധരിച്ചെത്തി മുളകുപൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർച്ച ചെയ്ത കേസിലും കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലുമടക്കം പ്രതിയാണ് ഫസീല. ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇവർക്ക് നേരത്തെ 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്.